Hi friends, welcome to Meera's Flavor Studio. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ്. കേരളത്തിൽ അറിയപ്പെടുന്നത് ബോളി എന്നാണ്. ഇത് ട്രിവാൻഡ്രം സൈഡിൽ സദ്യയുടെ കൂടെ വിളമ്പുന്ന ഒരു ഡെസേർട്ട് ആണ്. ബോളിയും പാൽപ്പായസവും അതാണ് കോമ്പിനേഷൻ. പുരൻ പോളി എന്നും ഹോളിജ് എന്നും പല പേരുകളിൽ ഈ ബോളി അറിയപ്പെടാറുണ്ട്. കൂടുതൽ പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കുന്ന വിധം നോക്കാം. പുരൻ പോളി എന്ന പേര് പോലെ തന്നെ ഇതിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. പോളി ഡോ പ്രിപ്പറേഷനും പുരൻ മിക്സഡ് പ്രിപ്പറേഷനും. ആദ്യമായിട്ട് ബോളിക്കുള്ള മാവ് കുഴച്ചു വെക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 1.5 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, വെള്ളം ആവശ്യത്തിന്. നമുക്കിതെല്ലാം ഇനി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നിർബന്ധമില്ല, ബോളിക്കുള്ള ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതാണ് അതിന്റെ ഒരു പരുവം. സാധാരണ റെസിപ്പീസിൽ മൈദയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പൊടിയും എടുക്കാം. ഞാനിവിടെ മുഴുവനും ഗോതമ്പൊടിയും കൊണ്ടാണ് ചെയ്യുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ കുറച്ച് നെയ്യ് കൊണ്ട് ഒന്ന് തടവിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായി പുരൻ മിക്സർ റെഡിയാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചന്നാ ദാൽ, 1 കപ്പ് ശർക്കര പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഒരു പ്രഷർ കുക്കർ മീഡിയം ഫ്ലെയിമുള്ള അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് കുതിർത്ത കടലപ്പരിപ്പ് ചേർക്കണം. കടലപ്പരിപ്പ് നിങ്ങൾ 5 മണിക്കൂറെങ്കിലും കുതിർത്തിടണം. ഇനി സമയമില്ലെങ്കിൽ 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്താലും മതി. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് ഒരു 4 വിസിൽ വരെ വേവിക്കണം. കടലപ്പരിപ്പ് വേവുന്ന സമയം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു സോസ് പാനിലേക്ക് ശർക്കര പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി തിളപ്പിക്കാം. ശർക്കരയിലെ കരട് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശർക്കരയും കടലപ്പരിപ്പും ഒരേ അളവ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പൊടിച്ചത്. അപ്പോഴാണ് കറക്റ്റ് മധുരം ആവുള്ളൂ. ശർക്കര പാനി ഇനി നമ്മളൊരു അരിപ്പയിലൂടെ ഗ്ലാസ്സിലേക്ക് മാറ്റണം. കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം തുറന്നു നോക്കുക. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് മാറ്റണം. ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ച കടലപ്പരിപ്പ് അതിലേക്ക് ചേർക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒന്ന് ചേർക്കണം. നന്നായിട്ട് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കണം. എന്നിട്ട് 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പും ചേർക്കുക. നന്നായി വെള്ളം വലിഞ്ഞു പോകുന്നത് വരെ ഇളക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ പാനിൽ നിന്നും ഉരുണ്ട് വരണം. ഒരു ഡോ കൺസിസ്റ്റൻസി ആവണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായി ഈ മിക്സ് കുറച്ചായി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു സ്പൂണിന്റെ ബാക്ക് വശം ഉപയോഗിച്ച് ഇങ്ങനെ അമർത്തി എടുക്കാം. ഒരു സോഫ്റ്റ് ഡോ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ ഒരു പുരൻ ക്രഷർ ഉപയോഗിച്ചാണ് ചെയ്യാറ്. അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ അരിപ്പയിൽ ചെയ്യുന്നത്. അങ്ങനെ നല്ല സോഫ്റ്റ് പുരൻ മിക്സർ റെഡിയായി. ഇനി ഇത് ചെറിയ ലെമൺ സൈസ് ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് 20 പുരൻ മിക്സർ ആണ് കിട്ടിയത്.
അപ്പൊ നമ്മൾ ഇനി അടുത്തത് നമ്മുടെ മാവ് 20 ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. മാവ് എടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. പോളി മിക്സും പുരൻ മിക്സും റെഡിയായി. ഇനി നമുക്ക് സ്റ്റഫിംഗ് തുടങ്ങാം. ആദ്യം കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് മാവ് എടുത്ത് കൈ ഉപയോഗിച്ച് ഒന്ന് പരത്തണം. അതിലേക്ക് സ്വീറ്റ് ബോൾസ് വെച്ചിട്ട് നന്നായി പൊതിയണം. ആലു പൊറോട്ടയൊക്കെ സ്റ്റഫ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ സ്റ്റഫ് ചെയ്യുന്നത്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന മാവ് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ എല്ലാ ബോളും ചെയ്തെടുക്കാം. ഇനി ഓരോന്നും പരത്തിയെടുക്കാം. അതിനായിട്ട് ഗോതമ്പ് പൊടിയിലോ അരിപ്പൊടിയിലോ മുക്കിയിട്ട് പതുക്കെ പരത്തിയെടുക്കണം. ഒരുപാട് പ്രഷർ കൊടുക്കരുത്, പൊട്ടിപ്പോകും. ആവശ്യമെങ്കിൽ പൊടി തട്ടിക്കൊടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. പരത്തി കഴിഞ്ഞ ഉടനെ ചുടുന്നതാണ് നല്ലത്. നല്ല ചൂടായ തവയിലേക്ക് ഇട്ട് വേണം വേവിക്കാൻ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒരു സൈഡ് വെന്തിട്ട് ഉടനെ മറിച്ചിടണം. 1 മിനിറ്റ് എങ്കിലും എടുക്കും ഒരു സൈഡ് വേവാൻ. 2 സൈഡും വെന്ത ശേഷം നമുക്ക് നെയ്യ് തടവിയിട്ട് വീണ്ടും വേവിക്കാം. നെയ്യ് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷെ നെയ്യ് ഇടുമ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ബോളി റെഡി. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മീര സൈനിങ് ഓഫ്. താങ്ക് യു.